ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ശരിക്കും നമ്മൾ നാട്ടിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് അബുദാബി എത്തി. ഇവിടെ അബുദാബിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടുന്നത്. ഒരു വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 6-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഇക്കാക്ക നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ആദ്യം വരിക ചെയ്തത്. ഞാനും ഐസയും കൂടി ആദ്യം വന്നു, പിന്നെ ലാസ്റ്റ് ഇക്കാ വരാമെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ 2 ആഴ്ചത്തെ ലീവിനാണ് ഇക്കാ വരുന്നത്. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 26-ാം തീയതി തിരിച്ച് അബുദാബിയിലേക്ക് വരാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നാളെ ഇക്ക വരുന്നത് കൊണ്ട് തന്നെ ഞാൻ കൊച്ചിക്ക് പോവുകയും ചെയ്യും. പിന്നെ ഇന്ന് ബിലാൽ വയനാടേക്കും പോവും. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ഉള്ള ദിവസമല്ലേ, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി ഇന്ന് ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി എവിടെയെങ്കിലും പുറത്ത് പോകാമെന്നുള്ള പ്ലാനിലുണ്ട്. അപ്പോൾ എവിടെ പോകണം എന്നുള്ള ഡിസ്കഷനിൽ ഇപ്പോൾ പുറത്ത് 2 ദിവസമായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിലോ അവിടെ എവിടെയും പോകാനൊന്നും പറ്റില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു ആണ്. അപ്പോൾ അതാവുമ്പോൾ ടൈം പോവുകയും ചെയ്യും, നമുക്ക് കറങ്ങി നടക്കാം, ഒരുപാട് കാണാനും പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ലുലു ആണ് കേട്ടോ നമ്മൾ പോകാമെന്നുള്ള പ്ലാൻ ഇട്ടേക്കുന്നത്. പിന്നെ ബിലാൽ വയനാടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവനക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇപ്പോൾ ലുലുവിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തും. പിന്നെ ഇറങ്ങിയ സമയത്ത് വലിയ മഴയൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ഇട്ടത് ഫോറമാളിൽ പോകാമെന്നായിരുന്നു കേട്ടോ. ഫോറമാൾ ഇപ്പോൾ ഏകദേശം ഓപ്പൺ ചെയ്തിട്ട് 1 ഇയറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. പക്ഷേ നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ഫോറമാളിലേക്ക് എത്തണമെങ്കിൽ തന്നെ നല്ല ടൈം എടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ ലുലു മാളിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ലുലുവിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ലുലുവിലാവുമ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ട്രാഫിക്കൊന്നും അധികം കിട്ടാതെ തിരിച്ച് പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുവിൽ ഫസ്റ്റ് വന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ലുലുവിൽ വന്നപ്പോൾ തന്നെ ഐസ് പറഞ്ഞിട്ടുണ്ട് KFC വാങ്ങിച്ച് തന്നോട്ടാ എന്ന് പറഞ്ഞ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു. ബിലാലിന് പോകുമ്പോൾ കൊണ്ടുപോകണം, പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഓഫറിലുള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ എക്സ്പയറി നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങിക്കാനായിട്ട്. ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നോക്കി വാങ്ങിക്കുക. ഒരുപാട് നാളൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എക്സ്പയറി നോക്കി വേണം കേട്ടോ വാങ്ങിക്കാനായിട്ട്. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അബുദാബിയിലൊക്കെ ജിഫ് കിട്ടുമായിരുന്നു. അപ്പോൾ അതിവിടെ കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഇവിടെ സിഫാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ ബർഗർ ഉണ്ടാക്കുമ്പോൾ ബിലാൽ പറയും നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നെന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവനിക്ക് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്യൂസും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇതാ ബ്രൊക്കോളി കണ്ടപ്പോൾ ഐസാക്ക് ബ്രൊക്കോളി വേണം, ബ്രൊക്കോളി പാസ്ത ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രൊക്കോളി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് വേണ്ടിയിട്ടൊരു ബ്രൊക്കോളി എടുത്തിട്ടാണ്. പിന്നെ റോസ്മേരി ലീവ്സ്, ഇത് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റോസ്മേരി വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ കാച്ചിട്ട് നല്ല അഭിപ്രായമുള്ള പറയുന്നത് ഹെയർ ഗ്രോത്തിനും ഒക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ റോസ്മേരിയുടെ വാട്ടർ ഉണ്ടാക്കും, പിന്നെ വെളിച്ചെണ്ണയിലും ഇതുപോലെ കാച്ചാൻ വേണ്ടി യൂസ് ചെയ്യും കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് കുറച്ച് ചീസ് വേണം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വേണമായിരുന്നു കേട്ടോ. പിന്നെ ഫ്രഷ് ക്രീം, അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം വരാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തപ്പി നടന്നിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. I like finger. Chocolate I like one. Take. Chocolate എന്നാ വാങ്ങിക്കേ.
ഐസാക്ക് ഡോണറ്റിൻ്റെ മണം എവിടെയെങ്കിലും അടിച്ചാൽ മതിട്ടോ, ആ സൈഡിലേക്ക് ഓടിപ്പോവും. അപ്പോൾ അതുപോലെ ഡോണറ്റ് കണ്ടപ്പോൾ തന്നെ ഡോണറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു ഡോണറ്റ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇതാ കുബൂസ് വാപ്പച്ചിയുടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലുലുവിൽ വന്നാലും ഉറപ്പായിട്ടും വാങ്ങിക്കണം. അപ്പോൾ നല്ല ചൂടൻ കുബൂസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുബൂസ് എന്തെങ്കിലും ഗ്രിൽ ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തിനെങ്കിലുമൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് വാപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ചെറി കണ്ടപ്പോൾ, പിന്നെ ചെറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ചെറി കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം, കൊതിക്ക് വേണ്ടി മാത്രം കുറച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറി വാങ്ങിച്ചു കഴിഞ്ഞ് പൈസക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് അവൾ കൊണ്ടുപോയി. പിന്നെ നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് നിന്നിട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്. ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ബില്ലിങ്ങിന് നല്ല ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ബില്ലൊക്കെ ചെയ്ത് വേഗം ഇറങ്ങി അവിടെ നിന്ന്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് KFC-ലോട്ടാണ് കേട്ടോ. പൈസക്ക് KFC കഴിക്കണം. അപ്പോൾ KFC കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രിങ്കും ലുലുവിൽ നിന്ന് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ KFC എത്തിയപ്പോൾ KFCയുടെ തൊട്ട് സൈഡിൽ പ്ലേ സ്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഐസാക്ക് അത് കയറണമെന്ന് പറഞ്ഞിട്ട് വാശി എടുക്കായിരുന്നു കേട്ടോ. പിന്നെ KFC കണ്ടപ്പോൾ പിന്നെ വേഗം ഓടി KFCയുടെ അകത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു KFCയുടെ ഇൻറ്റീരിയറും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഓർഡർ ആക്കിയത് ഈ ഒരു 8 പീസ്, പിന്നെ 8 പീസിൻ്റെ ചിക്കനും, പിന്നെ ഐസാക്ക് സ്പൈസി ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെരി ചിക്കനും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഓർഡർ ആക്കിയത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോൾ എനിക്ക് സ്പൈസി ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചവിടെ വെച്ചു. പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു സന്തോഷമല്ലേ, പുറത്ത് പോവുക, എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് കഴിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ വർഷത്തിൽ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ, ഉമ്മച്ചിയുടെ വാപ്പച്ചിയുടെയൊക്കെ ഒപ്പം പുറത്ത് പോകാനും ഇതുപോലെ ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടി അൽഹംദുലില്ലാ ഒരുമിച്ചിരുന്ന് KFC ഒക്കെ കഴിച്ചു. കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മാമ കുഴിച്ചു. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ലുലുവിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് നേരം സ്പെൻഡ് ആക്കുന്നില്ല, കാരണം ബിലാൽ ഇന്ന് വൈകിട്ട് പോവാണല്ലോ. അപ്പോൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അവൻ വയനാട്ടിലാണ് പഠിക്കുന്നത് കേട്ടോ. അവൻ ഹോസ്പിറ്റാലിറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ വൈകിട്ട് 12:30ക്കാണ് അവൻ്റെ ബസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആലുവയിൽ നിന്നാണ് ബസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി പിന്നെ അവനിക്ക് ബർഗറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ കഴിപ്പിച്ചിട്ടാണ് വിടാനായിട്ട്. അപ്പോൾ 11:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ലുലുവിൽ നിന്ന് നമ്മൾ എസ്കലേറ്ററൊക്കെ ഇറങ്ങി പാർക്കിങ്ങിലേക്കൊക്കെ പോകുന്ന അവിടെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു റോൾ ഐസ്ക്രീമിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഐസാക്ക് റോൾ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് വാശിയായി. പിന്നെ വല്ലപ്പോഴും അല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ ഫ്ലേവർ ഡയറി മിൽക്കിൻ്റെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഡയറി മിൽക്കിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വാങ്ങിച്ചെങ്കിലും കൂടുതൽ കഴിച്ചത് നമ്മളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്കിത് കണ്ട് നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇത് ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ടും ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി ഇങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ആ ചേട്ടൻ ഉണ്ടാക്കി കയ്യിൽ തരണ വരെ ഭയങ്കര വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ. വണ്ടിയിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടിയിൽ എത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആളും വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയും വാപ്പച്ചിയും വാഷ്റൂമിലൊക്കെ പോയിട്ട് എൻട്രൻസിൻ്റെ അവിടെ വരാമെന്ന് പറഞ്ഞു. നമ്മളോട് വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഒരുപാട് നേരം പാർക്കിങ്ങിൻ്റെ ആ ഒരു ക്യൂവിൽ കിടന്നു കേട്ടോ. പാർക്കിംഗ് ഫീ കൊടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമല്ലോ, അത് നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ. ഒരു 1/4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ലുലുവിൻ്റെ പാർക്കിങ്ങിൽ നിന്ന്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബിലാലിന് പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിലാലിന് ബർഗർ ഉണ്ടാക്കി കൊടുക്കണം, അത് കഴിപ്പിച്ചിട്ട് വേണം വിടാനായിട്ട്. ഇനിയിപ്പോൾ നാളേക്കാ വരുന്നത് കൊണ്ട് ഞാനിനി കൊച്ചിയിലോട്ട് പോകുമല്ലോ. പിന്നെ അവനും ഇനിയിപ്പോൾ എക്സാമൊക്കെ തുടങ്ങുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നോക്കിയൊക്കെ വല്ലപ്പോഴും വരുള്ളൂ.
അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ബിലാൽ റെഡി ആയിട്ട് വന്നു കേട്ടോ. അതിനിപ്പോൾ 11:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങും. അപ്പോൾ ഉമ്മച്ചിയും വാപ്പിച്ചാണ് കൊണ്ടുപോയാക്കുന്നത്. അപ്പം ഞാനിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാനും നാളെ പോവല്ലേ, അപ്പോൾ എനിക്കും കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാനുണ്ട്. എൻ്റെ ഐസാൻ്റെയും ഇത്ര ദിവസം ഇവിടെ നിന്നതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സും ഒന്ന് പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐസാക്ക് പോകണം എന്നുള്ള വാശിയാണ്, ബിലാലിൻ്റെ കൂടെ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മച്ചിയും വാപ്പിച്ചും വിളിക്കുന്നുണ്ട്, വാ എന്തായാലും നമുക്ക് വേഗം കൊണ്ടുപോയാക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് മടിയായിട്ട് ഞാനിങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. ചിലർ മുങ്ങോടുത്തിട്ടോ എന്നാൽ പോവാം. ഐസ പിന്നെ ഭയങ്കര കരച്ചിലായിട്ടാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു എന്തായാലും വാ കൂടെ വാ, വണ്ടിയിലിരുന്നിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഐസാനെയും കൂടി കയറ്റി വണ്ടിയിലിരുത്തിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ആലുവയിൽ നിന്നാണ് കേട്ടോ അവൻ്റെ ബസ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇക്കാക്കയുടെ ഫ്ലൈറ്റ് 2:30 കേട്ടോ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എയർപോർട്ടിൽ പോകാനായിട്ട് ആരുമില്ല. വാപ്പിച്ചി വർക്കിന് പോയി, ബിലാൽ കോളേജിലും പോയതുകൊണ്ട് ആരും എയർപോർട്ടിൽ പോയി വിളിക്കാനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്ക അവിടെ നിന്ന് ടാക്സി എടുത്തിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് കൊച്ചിയിൽ പോവാം, വണ്ടി എടുത്തിട്ട് കൊച്ചിയിൽ പോകാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക വീട്ടിലേക്ക് എത്തിയപ്പോഴൊക്കെ ഒരു 4 മണിയൊക്കെ ആയി. അപ്പോൾ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ വിളിച്ചപ്പോഴേ. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കഴിച്ചിട്ടില്ല, ഇക്കാൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് നാളെത്തി, ഒരു 3 ആഴ്ചത്തോളം ആയല്ലോ ഇക്കാനെ കണ്ടിട്ട് ഐസ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്നേഹപ്രകടനവും പുന്നാരൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു പാപ്പാനെ കാണാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിസ് ചെയ്തിരുന്നിട്ടാ പാപ്പാനെ. ഓരോ ദിവസവും ചോദിച്ചിട്ട് കരയായിരുന്നു കേട്ടോ. പാപ്പ എപ്പോഴാണ് വരുന്നതെന്ന് ഇങ്ങനെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് കരയുമായിരുന്നു. അപ്പം പാപ്പാനെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ പാപ്പയുടെ മേത്ത് നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പാപ്പയുടെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ എല്ലാവരും റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാരണം വന്നിട്ട് ഫുഡ് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ആ ഫുഡൊക്കെ എല്ലാം ടേബിളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിക്കാക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് ആ ചെമ്മീൻ പൊരിച്ചതാണ്. പിന്നെ കക്കറിച്ചി ഇഷ്ടമാണ്. പിന്നെ കരിമീൻ ഇതുപോലെ തേങ്ങ അരച്ച കറിയും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഉമ്മച്ചിക്ക് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ഇക്കാ ഫുഡ് കഴിച്ച് തുടങ്ങി. ഇനിയിപ്പോൾ ഞാനും ഉമ്മച്ചിയും കഴിച്ചിട്ടില്ല, വാപ്പയും വല്ലുപ്പയും വല്യമ്മയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഇരുന്ന് കഴിക്കലൊക്കെ കുറവായിരിക്കും. ഇനിയിപ്പോൾ ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കും, ഓരോരോ ട്രിപ്പ് ഉണ്ടാവും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണം. അപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കലൊക്കെ ഇനി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, കുറച്ചൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമ്മൾ കൊച്ചിക്ക് പോവാണ്. അപ്പോൾ ഐസാന് ഇനിയിപ്പോൾ റെഡിയാക്കുന്ന കാര്യമൊക്കെ ഇനി കുറച്ച് ദിവസത്തേക്ക് പാപ്പാടെ ഡ്യൂട്ടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എല്ലാം പാപ്പ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാം പാപ്പാനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പം നമ്മളുടെ ഇക്കാടെ ലഗേജ് ഉണ്ട്, പിന്നെ എൻ്റെ ലഗേജ് ഉണ്ട്. അങ്ങനെ എല്ലാ പെട്ടികളും ഒന്ന് കയറ്റി വണ്ടിയിൽ വെക്കണം. അപ്പോൾ ഉമ്മച്ചിയും വാപ്പ ഉമ്മ എല്ലാവരും ഇനിയിപ്പോൾ കുട്ടി പോയി കഴിഞ്ഞാൽ വീട് ഉറങ്ങിയ പോലെ ആവുമല്ലോ. ഇനിയിപ്പോൾ വീട് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, ബോറടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെൻറ്റി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പോണ്ടാപ്പാ, പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. കെട്ടിപ്പിടിച്ച് അപ്പാ വാ പപ്പോണ്ടിരിക്കട്ടെ.
അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു നമ്മൾ ഇറങ്ങി. ഇത് എല്ലാവരോടും ഇങ്ങനെ യാത്ര പറയുന്നത് കുറച്ച് വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇത്രയും ദിവസം അവിടെ ഇങ്ങനെ നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഉമ്മച്ചിക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വന്ന് കുറേ ദിവസം ഇങ്ങനെ നിൽക്കലൊക്കെ കുറവായിരിക്കും. ഇക്ക വന്നു കഴിഞ്ഞാൽ വല്ല ഒരു ദിവസമോ 2 ദിവസമൊക്കെ നമ്മൾ മാക്സിമം നിന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ തിരിച്ച് അബുദാബിക്ക് പോകുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സങ്കടത്തിൽ നമ്മളിങ്ങനെ പോന്നു. ഇനിയിപ്പോൾ നേരെ കൊച്ചിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇക്കാടെ ഉമ്മയും വാപ്പയും പിന്നെ സിസ്റ്ററും എല്ലാവരുമായിട്ട് വാഗമണിൽ പോകാനായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ വെളുപ്പിനേ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഇനി ചെന്നിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കുക, നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണമല്ലോ. അപ്പോൾ ഇക്കാ രാവിലെ തന്നെ പോകുന്നതല്ലേ, അപ്പോൾ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇക്കാടെ വീട്ടിലെത്തി. അപ്പോഴേക്കും വാപ്പയും കട പൂട്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വാഗമൺ പോകുന്ന ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.